ആഹ്! ഇപ്പം ഗവൺമെൻറ് ആശുപത്രിയിലെ ICUയിൽ നിന്ന് ഇങ്ങോട്ട് ഡിസ്ചാർജായി വന്നതേ ഉള്ളൂ. ഹായ്! പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വീണ ജോർജ്. നിങ്ങൾ വിഷയം അറിഞ്ഞാണ്. ഞാനിത് അറിഞ്ഞത് ഇന്നലെയാണ്. ഇന്നലെ ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ, ഞങ്ങളുടെ MLA ആണ് പത്തനാപുരത്തിൻ്റെ. പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ ഒരു പോസ്റ്റ് ഞാനിങ്ങനെ വായിച്ചു. അതിനകത്തൂടെയാണ് കാര്യം മനസ്സിലായത്. അതായത് വീണ ജോർജ് ഗുരുതരമായിട്ട് ICUയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മീഡിയക്കാർ ഈ കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ ആദ്യം ഈ വീഡിയോ എന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. KB ഗണേഷ് കുമാറിനെ പറ്റി ആദ്യമേ കുറച്ചൊരു കാര്യം പറയാം. ഞങ്ങളുടെ MLA ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗതാഗത മന്ത്രി പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ 2001 മുതൽ പത്തനാപുരത്തിൻ്റെ MLA ആണ്. അപ്പം ഇതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നാക്കെടുത്ത കള്ളേ പറയത്തുള്ളെന്ന്, അതായത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പറഞ്ഞ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് പുള്ളിയുടെ ആവശ്യത്തിന് ഒരു പള്ളിയിൽ മാതാവിനൊരു കിരീടം നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തലയിൽ വെച്ചപ്പം അത് താഴെ വീണ്. അപ്പോൾ അതിനെ തന്നെ വിമർശിച്ച് പുള്ളി അത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ വിവരം എന്തൊക്കെയുണ്ടെന്ന്. ഈ പുള്ളിക്കാരനെ വിശ്വസിച്ച് ഇഷ്ടംപോലെ പേരുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരന് ഇവിടെ ഒരു സേഫ് സോൺ ഉണ്ട് പത്തനാപുരം ഏരിയയിൽ. അത് ഇതേപോലെയൊക്കെ ഉള്ളവരാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ കൊണ്ട് വിശ്വസിപ്പിച്ച് വെച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു വോട്ട് പുള്ളിക്കാരന് സേഫായിട്ട് കിട്ടും. ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തിലോട്ട് വരുവാണെങ്കിൽ ഞാനിതൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയാം. വീണ ജോർജ് ആരോഗ്യമന്ത്രി, ഈ ആറന്മുളയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്, മന്ത്രിയാണ്. അപ്പം ഈ പുള്ളിക്കാരി ഇതേപോലെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് വാർത്ത കിടക്കുന്നത്. അത് തൊട്ട് പുള്ളിക്കാരിയുടെ കഴുത്തിന് ഇഞ്ചുറിയായി. അത് ഗവൺമെൻറ് ആശുപത്രിയിൽ ഭയങ്കര കോമഡിയാണ് നടക്കുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, പിന്നെ ICUയിലേക്ക് മാറ്റി. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വിടുക. അപ്പോൾ ഇത് മീഡിയയിലാണ് ഇത് വഷളാക്കുന്നത്. ഈ മീഡിയക്കാരാണ് ഇത് കൂടുതൽ വിഷയമാക്കുന്നത്. മീഡിയക്കാർക്ക് കുറച്ച് കിട്ടിയാൽ അത് പെരുപ്പിച്ച് അവർക്ക് അവരുടെ വ്യൂസിനെ കിട്ടണം. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും. ഏറ്റവും അവസാനം ICU വരെ ആയിട്ട് വീഡിയോ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഒരു കുന്തമില്ല. അതായത് മന്ത്രി നടന്നു വരുന്നു, അതായത് വീണ ജോർജ് മന്ത്രി നടന്നു വരുമ്പോൾ കുറച്ച് പേര് കിടന്ന് ഇത് വിളിക്കുന്നുണ്ട്. അവർ വിളിച്ച് മറ്റേ അവരുടെ ദേഹത്ത് തൊടുന്ന ഇതൊന്നും വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പം KSU പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്, വീണ ജോർജിനെ ആക്രമിക്കുന്ന വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ കുഴിമന്തി വാഗ്ദാനമായിട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങ് വാഗ്ദാനം കൊടുക്കല്ലേ. ഇപ്പം AI വെച്ചിട്ട് ആർക്കായാലും വേണമെങ്കിൽ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. കാരണം കുഴിമന്തി കഴിക്കാനുള്ള കൊതി കൊണ്ട് ആളുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു പോകും. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പം ഇലക്ഷൻ വരാൻ പോവാ. ഈ ഇലക്ഷനെ പറ്റി ഇവർക്കൊരു വാർത്ത ഓഡിയൻസിൻ്റെ, അതായത് ഈ ജനങ്ങളുടെ ഇടയ്ക്ക് കൊടുക്കണം. അതിന് വേണ്ടി മാത്രമുള്ള ഒരു തറവേല പരിപാടിയാണ് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നതും നെക്ക് ഇഞ്ചുറി. ഈ നെക്കിൻ്റെ ഒരു അവിടെ ആശുപത്രി കിടക്കുമ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രി തന്നെ അഡ്മിറ്റ് ആകുമ്പോഴേ മനസ്സിലായിക്കൂടെയോ ഇത് കള്ളമാണെന്ന്. കാരണം ഇവരാരെങ്കിലും ഗവൺമെൻറ് ആശുപത്രി പോയി അഡ്മിറ്റ് ആയ ചരിത്രം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മന്ത്രിമാർ? അതും അവിടെ ഇട്ടിട്ട് ഇതിനകത്ത് ബെൽറ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, കഴുത്തുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോഴേ ഇത് കള്ളമാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് വീണ ജോർജ് മിസ് അവിടെ കിടന്നുകൊണ്ട് ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇവിടെ അല്ല കഴുത്തേലായിട്ടുണ്ടെന്ന് ഓരോരുത്തരുടെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വായിൽ ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പിണറായി സാറ്, വിജയൻ സാറൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണണം. അപ്പം എന്തായാലും കാണാൻ വരണ്ടേ, ആളുകൾക്കാരുടെ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ പിണറായി സാറിൻ്റെ കാര്യം പറയുന്നത് പറഞ്ഞാൽ, ഇന്ന് ലാലേട്ടനുമായിട്ടൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അത് കണ്ടിട്ട് അതിൻ്റെ പറ്റിയുള്ള പരിപാടിയും ഞാനൊരു റിവ്യൂ ആയിട്ട് ചെയ്തിടാം. അപ്പോൾ ഇത് പക്ക ഒരു നാടകം. ഈ നാടകത്തിൻ്റെ ഒരു ആക്ട്രസ് മാത്രമാണ് വീണ ജോർജ്. എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിൻ്റെ ഡയറക്ടർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു ഡയറക്ടറും പിന്നെ അതിനകത്തുള്ള ഉള്ളവരെല്ലാം ഇനി ഈ KSU പ്രവർത്തകരാണെന്ന് തന്നെ അറിയത്തില്ല. രാഷ്ട്രീയ കളിയാകുമ്പം ഒരു യൂണിഫോം എല്ലാം ഒന്നാണല്ലോ. അപ്പോൾ അവർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തന്നെ സംശയമുണ്ട്. ഇതിനകത്തുള്ള ഒരു ആക്ട്രസ് മാത്രമാണ് ഈ വീണ ജോർജ്. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ഒരു പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന മീഡിയക്കാർ തന്നെ
കൊടുക്കാനുള്ള ഒരു പ്രൊമോഷൻ മാത്രമായിട്ടാണ് ഈ ഒരു സ്റ്റോറി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ക ഒരു നാടകം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ എടുത്ത് വെളിയിൽ കളയേണ്ട കാര്യമേ ഉള്ളൂ. ചുമ്മാതെ ഇതും പിടിച്ചോണ്ടിരിക്കുക. ഇവർക്ക് ഇനി നെക്കിന് എന്തെങ്കിലും വിഷയം കാണുമായിരിക്കും, പക്ഷേ ഇതുകൊണ്ടായിരിക്കത്തില്ല. ഈ അഡ്മിറ്റ് ആവുന്നത് വേറെ എന്തോ. ഇപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്തൊക്കെ വഴിയുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ അവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഇവർ അഡ്മിറ്റ് ആയതാണ് ഏറ്റവും വലിയ തെറ്റ്. അവിടെ വെച്ച് മനസ്സിലാവേണ്ട എന്തുവാ, ഏതെങ്കിലും മന്ത്രിമാർ ഗവൺമെൻറ് ആശുപത്രി പോയി അഡ്മിറ്റ് ആവുമോ? ഉള്ള ചരിത്രമില്ല. ഇതാണ് ഇപ്പോഴാണ് നമ്മൾ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെയൊക്കെ മാതൃകയാക്കേണ്ടത്. പുള്ളിക്കാരൻ്റെ കാറ് പണ്ട് 2012-13 ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കാറ് തല്ലി പൊളിച്ച് പുള്ളിക്കാരന് ഇഞ്ചുറി ഉണ്ടായി, അങ്ങനെയൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി കൈകാര്യം ചെയ്തതിൻ്റെ അത്രയും ഒരു ഇത് വെറും അത് പുള്ളിക്കാരൻ എന്ത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് പുള്ളി അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ. അത്രയും പോലും ഒരു നാടകം, ഇതുപോലെ തറവേല നാടകം കാണിച്ച് ഇതുപോലെ കുറച്ച് പേരെ വിശ്വസിക്കുന്നവർ കാണും. ഇതിൻ്റെ പുറയിൽ കൊടിയും പിടിച്ച് കിടക്കുന്ന കുറേ പേര് കാണും ഇതും വിശ്വസിച്ച് നടക്കുന്നത്. ഞാനും SFIയിൽ 2000 പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ തുടക്കങ്ങളിലൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകെ നടന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാം വിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് എല്ലാം വിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നവർ തന്നെ വിചാരിക്കുക ഇതുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കാണത്തുള്ളൂ, നിങ്ങളുടെ വീട്ടുകാർ തന്നെ കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.